നമുക്കറിയാം, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിലും നന്മയിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ മകുടമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മൾ ആദ്യ മാതാപിതാക്കന്മാരെ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്നത് നാം കാണുന്നുണ്ട്. എല്ലാ സായാഹ്നങ്ങളിലും ദൈവം ഇത് അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുശലം അന്വേഷിച്ചുകൊണ്ട്, അവരോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ദൈവം അവരോടൊപ്പം ഒന്നായി തീർന്ന് ജീവിച്ച ഒരവസ്ഥ. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴേക്ക് ആ അവസ്ഥയൊക്കെ മാറി. അവർ തെറ്റ് ചെയ്തു, അവർ പോയി ഒളിച്ചു. പതിവ് പോലെ ദൈവം വന്നപ്പോൾ അവരെ കാണുന്നില്ല. അവർക്ക് ഭയമായി, ലജ്ജയായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, നിന്നോട് ആരാ പറഞ്ഞത് നിനക്ക് ലജ്ജ തോന്നാൻ എന്താണ് കാരണം? നിനക്ക് വസ്ത്രമില്ല എന്ന് ആരാ നിന്നോട് പറഞ്ഞത്? നീ എന്തിനാ ഭയപ്പെടുന്നത്? ഇത് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു രൂപമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം രക്ഷാകര പദ്ധതി രൂപം കൊടുത്തത്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് അബ്രാഹത്തെ ദൈവം വിളിച്ചു. അബ്രാഹത്തിലൂടെ ഒരു ജനതയെ രൂപപ്പെടുത്തി ആ ജനതയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ആരെയൊക്കെ അനുഗ്രഹിക്കുന്നുവോ ഞാൻ അവരെ അനുഗ്രഹിക്കും. നീ കിഴക്കും പടിഞ്ഞാറോട്ടും നടക്കുക, വടക്കോട്ടും തെക്കും നടക്കുക. അതെല്ലാം ആ പ്രദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ ഒരു ജനത മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയാണ് തിരുസഭ. നമ്മൾ ഈ തിരുസഭ എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഓർക്കും. എനിക്കങ്ങനെയായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. തിരുസഭ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര്. അതുകൊണ്ടാണ് ഈ തിരുസഭയുടെ ഒരു ഭാഗമാകല്ല എന്നോർത്തുകൊണ്ട് അവർ അച്ഛനാവുന്ന ചെറുപ്പം മുതലേ ആഗ്രഹം തുടങ്ങിയത്. പക്ഷെ ഇന്ന് നമുക്കതിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ വത്തിക്കാൻ കൗൺസിലൂടെ പറഞ്ഞു, സഭ എന്ന് പറഞ്ഞ ദൈവജനമാണ്. നമ്മളത് വേദപാഠത്തിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ചെറിയ കാര്യം ഓർത്ത് പോയാണ് പെട്ടെന്ന് ഇന്ന് ഓർമ്മയിൽ വന്നതാണ്. ഞാൻ കോഴിക്കോടായിരുന്നു കുറച്ച് നാളുകൾക്ക്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പല പ്രതിസന്ധികൾ വന്നപ്പോൾ ഈ കുരാച്ചൻ്റെ ഭാഗത്ത് ഇവിടെ നിന്നൊക്കെയാണ് 2 ചേട്ടന്മാർ വരുമായിരുന്നു. ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു സെൽ ഗ്രൂപ്പ് പോലെ അവർ കർത്താവ് വായിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു രസകരമായ സംഭവം ഉണ്ടായി. രസകരമെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറയുക, തോമസ് കുട്ടിയോട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അച്ഛാ എന്താ ഈ തോമസ് കുട്ടി എന്ന് പറഞ്ഞാൽ ആരാ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടിച്ചാള ചിരിച്ചോട് പറഞ്ഞ്, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ അത്. കർത്താവ് ഒരുപാട് സന്ദേശങ്ങൾ, ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അന്ന് എൻ്റെ ആ പേര് വിളിച്ചപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മാത്രം വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനും ചേച്ചിയും മാത്രം വിളിക്കുന്ന പേര്, എൻ്റെ മൂത്തവരായിട്ട് മാത്രം ഒരു പക്ഷേ അത്രയും സ്നേഹത്തോടെ അവർ മാത്രമാണ് വിളിക്കുന്നത്. കർത്താവ് ആ പേര് വിളിച്ചപ്പോൾ ഞാൻ ഓർത്തത്, കർത്താവിന് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരൊന്നും അറിയത്തില്ല, മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്ന പേരൊന്നും അറിയത്തില്ലെന്നാണ് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് കർത്താവിനും മാമോദിസ പേര് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ,
കർത്താവിന് നമ്മുടെ മാമോസ പേരല്ല, നമ്മളെ മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്നു, നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഏതൊരു പേരും അറിയാം. പേര് മാത്രമല്ല, നമ്മൾ തിരുസഭയുടെ ഭാവകമാണ്, ദൈവത്തിൻ്റെ ജനമാണ് എന്ന് പറയുമ്പോൾ ഇത് കർത്താവ് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. എനിക്കത് വലിയ ബോധ്യം തരികയായിരുന്നു. ഇത്ര കോടാനുകോടി ജനങ്ങളൊക്കെ എന്നെ എപ്പോഴും ഞാൻ സംശയിച്ചു. നമ്മൾ പറയുമല്ലോ, തോമാസ് ലേയുടെ മക്കളാണല്ലോ, അപ്പം സംശയത്തെക്കുറിച്ച് റെജി പിതർ പറഞ്ഞു. ഞാൻ എപ്പോഴും സംശയിക്കും, ഇത്രയും മനുഷ്യരുള്ള, ഈ കോടാനുകോടി മനുഷ്യരുള്ള ഇവിടെ ദൈവം എങ്ങനെ നമ്മളെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നത്? എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു മുമ്പൊക്കെ. ഇങ്ങനെ ഓരോ ചെറിയ അനുഭവത്തിലൂടെ ഇവിടെ കർത്താവ് ആ ബോധ്യം തന്നെന്ന് മാത്രമല്ല, അത്രമാത്രം വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. ആ ദൈവത്തിൻ്റെ ശിരസ്സായ ആ ദൈവത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്നും കൂടെ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ചിന്തകൾ തരാനായിട്ട് നമുക്കിത് ഇടവന്നു. പ്രിയപ്പെട്ട, ആ ഒരു വലിയ ബോധ്യത്തിലേക്ക്, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗമാണ്, അതാണ് സഭ എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. നമുക്കറിയാം, ഈ തിരുസഭ നമ്മളെ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട്, ദൈവത്തെക്കുറിച്ച് ഭയവും പേടിയും ഉണ്ടായ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം അബ്രാഹത്തെ വിളിച്ചു. നാം കുറച്ച് മുമ്പ് സ്തുതി ആരാധന കേട്ടതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ രക്ഷകനായ യേശു പിറക്കാനായിട്ട് ഇടവന്നു. ആ യേശു പിറന്നത് മാത്രമല്ല, അവിടുന്ന് കാൽവരിയിൽ കുരിശിൽ മരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 34 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: പടയാളികളിൽ ഒരുവൻ വന്ന് അവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവ് സ്വർഗമാണ്. അതാണ് സ്വർഗം, നമുക്കായി തുറക്കപ്പെട്ട സ്വർഗം. അതുവരെ അടഞ്ഞു കിടന്നിരുന്ന സ്വർഗം ഇതാ മനുഷ്യന്റെ ക്രൂരതയാകുന്ന, അവജ്ഞയാകുന്ന, പാപമാകുന്ന തിന്മ കൊണ്ട് കുത്തി തുറക്കപ്പെടുകയാണ്. ഇത് വെറുതെ സംഭവിച്ചതല്ല. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട വാക്യം പൂർത്തിയാകുവാനായിട്ട് ദൈവം അയച്ചതാണ്. ആ തിരുമുറവിലൂടെ പരിശുദ്ധാത്മാവ് ജലവും രക്തവും ഒഴിയപ്പോൾ നമ്മളെ പുതിയ വ്യക്തികളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. ഇവിടെയാണ് സഭയുടെ തുടക്കം. ശതാധിപൻ ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല തുറക്കപ്പെട്ടത് നടുവേ മുറിഞ്ഞത് കണ്ടപ്പോഴാണ് ശതാധിപന് തോന്നിയത്, അവിടെ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ തോന്നി, ഇത് സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന്. ഞങ്ങളൊക്കെ ചെയ്ത് മോശമായി പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമുക്കായി തുറക്കപ്പെട്ട ആ സ്വർഗം, ആ സ്വർഗത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. ആ സ്വർഗത്തോട് ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. തിരുസഭയിലൂടെയാണ് നമ്മൾ ആ ദൈവത്തോട്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ആദ്യം മുതലുള്ള പ്ലാനുകളാണ്. ഞാൻ പറഞ്ഞു, വത്തിക്കാൻ കൗൺസിലിൽ നമ്മൾ അതുവരെയുള്ള ചിന്ത, സഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സിസ്റ്റേഴ്സും കൂടി വന്ന കുറച്ച് ആത്മായ ശുശ്രൂഷകർ, ഇതൊക്കെയാണ് സഭ. ഇതുമായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ സഭ ഇന്നുണർന്നു തുടങ്ങിയപ്പോൾ ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ആഴമായ ബോധ്യവും അതേക്കുറിച്ച് വ്യക്തമായ ധാരണയും
ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ ഇടയനും നിങ്ങൾ ആടുകളുമാണ്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ചിറങ്ങുന്നവനാണ് ദൈവം. 99 അവിടെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരെണ്ണത്തിനെ കാണുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച കർത്താവ് ദൈവം. അത് നമ്മളെ സൂചിപ്പിക്കുകയാണ്. ദൈവജനം എന്ന് പറയുമ്പോൾ ഏതാനും വ്യക്തികളല്ല, യേശുവിലും മാമോദീസ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ കുരിശുമരണത്തിലും ഉയർപ്പിലും പങ്കുകാരായ നമ്മൾ യേശുവിൻ്റെ ദൗത്യം ഇന്നും തുടരേണ്ട വ്യക്തികളാണ്. കർത്താവിൻ്റെ ദൗത്യം ഇന്ന് തുടരേണ്ടത് നമ്മളിലൂടെയാണ്. ആ ഇടയനും ആടുകളും എന്നുള്ള ആ ദൈവജനത്തിൻ്റെ ആ വലിയ ദൗത്യം, ഇടയനായ ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആടുകളായിട്ട് നമ്മൾ ദൈവജനമായിട്ട് നമ്മൾ രൂപപ്പെടുമ്പോൾ അത് വലിയ കൃപയും അനുഗ്രഹവുമായി ലോകത്തിന് മാറാൻ്റെവരാണ്. വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, വിശുദ്ധ മാമോദീസ, സ്ഥൈര്യലേപനം, വിവാഹം, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയൊഴുന്ന അടയാളങ്ങളായിട്ട് സഭയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയുടെ അടയാളം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന വലിയ അടയാളമാണ്. എന്നാൽ ഇന്ന് സഭ, തിരുസഭ ലോകത്തിൽ അതിന് കൂദാശയായിട്ട് മാറണം. വത്തിക്കാൻ കൗൺസിൽ പറയുകയാണ്, രക്ഷയുടെ അടയാളമായിട്ട് നമ്മളെല്ലാം മാറേണ്ടവരാണ്. പുതിയ യുഗത്തിൻ്റെ വലിയ സന്ദേശം ഈ ലോകത്തിന് കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമുക്ക് സാധിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു പ്രതീകമാണ് നാം കാണുന്നത്. യേശു പറഞ്ഞു, ഞാൻ ശിരസും നിങ്ങൾ ശരീരവുമാണെന്ന്. അതൊരു ഉപമയിലൂടെയാണ് ഈശോ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ, ഞാൻ തായ്തണ്ടാണ്, നിങ്ങൾ ശാഖകളുമാണ്. ഫലം തരാത്തതിനെ വെട്ടിയൊരുക്കുന്നു, മുറിച്ചു കളയുന്നു. കൂടുതൽ ഫലം കായ്ക്കാനായിട്ട് ഇതാ കഠിനമായ കഷ്ടതകളും വേദനകളും തന്ന്, ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത വേദനകളും കടബാധ്യതകളും വിഷമങ്ങളും തന്നുകൊണ്ട് അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. കർത്താവിനെ അവിടുത്തെ സ്ഥാനത്തിലേക്ക് അവിടെ ഒന്നിച്ചേരാൻ വേണ്ടിയിട്ട്. അതുവഴി കൂടുതൽ പല വ്യക്തികൾക്ക് കൊണ്ട് ഉള്ള ഒരു വിഷമമുണ്ട്, ഞങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാറുണ്ട്. അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. തീർച്ചയായും നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥനയിലേക്കൊക്കെ വരുന്നത് പലപ്പോഴും ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ എങ്ങനെ ഈ പ്രശ്നങ്ങളെ നേരിടാം എന്ന് ബുദ്ധിമുട്ട് തോന്നുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥനയിലേക്ക് വരുന്നത്. എന്നാൽ പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനൊന്ന് കൂടി വരുന്നു എന്ന് പല വ്യക്തികളും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വെട്ടിയൊരുക്കുകയാണ്. കൂടുതൽ ഫലം കായ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ജോബിനെ പോലെ സഹനത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ മുമ്പേ കടന്നുപോയ ഒരാളുണ്ട്, നമ്മുടെ കർത്താവായ യേശു. അവിടുന്ന് സഹിച്ചതിനപ്പുറമൊന്നും ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സഹിക്കാൻ ഇല്ല. അത്രമാത്രം വേദനകളിലൂടെ കടന്നുപോയി. ആ വേദനയിലൂടെ കടന്നുപോയ യേശു ഇതാ ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്നും സഭ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. സഭയുടെ മൂന്നാമത്തെ പ്രതീകമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മൾ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ, ശിരസായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെങ്കിൽ,
നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഓരോ ക്രൈസ്തവനും. മാത്രമല്ല, ഏതൊരു മനുഷ്യ വ്യക്തിയിലും അവൻ്റെ ജനനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഉദ്ദീപിപ്പിക്കുക മാത്രമാണ് മാമോദീസായിലും മറ്റു കൂദാശകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ഉറച്ച ബോധ്യം ഉണ്ടാകും. ആ പരിശുദ്ധാത്മാവ് നിറയേണ്ടത് ആ തിരുമുറിവിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കായിട്ട് ദൈവം ആ തിരുമുറിവ് തുറന്നു വെച്ചിരിക്കുകയാണ്. ആ തിരുമുറിവിൽ തൊടാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒരേ ഒരു വ്യക്തിക്കാണ്. ആർക്കാണത്? നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹ. ഭാരത അപ്പസ്തോലനായ മാർ തോമാസ് ലീഹായ്ക്ക് മാത്രം ലഭിച്ച ഒരു അസുലഭ ഭാഗ്യം. വലിയ വേദന തോന്നി ആ മകന്. അല്പം ധൈര്യം കാണിച്ചതുകൊണ്ട് പേടിച്ചു വറച്ചിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കരുതാൻ പോയ വ്യക്തിയാണ്. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിക്ക് ധൈര്യമുണ്ടായിരുന്നു. ആ വ്യക്തി ഇല്ലാതിരുന്ന സമയത്ത് ദൈവം കർത്താവ് വന്ന് കാണാനിട വന്നു. വലിയ മനോവേദനയായിപ്പോയി. ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട്, എൻ്റെ ജോലി പോലും നഷ്ടപ്പെടുത്തിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് ദൈവം ഇത് ചെയ്തല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ അടുത്ത് ധ്യാനിക്കാൻ വന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു പോയി, കൈയുടെ പത്തി നഷ്ടപ്പെട്ടു പോയി. ആ പയ്യൻ വളരെ ദുഃഖത്തോടെ ഇപ്പോഴും അവന് ഈ ദൈവം എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവന് 14 വയസ്സുള്ളപ്പോൾ SLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലയളവിലാണ് അത് സംഭവിച്ചത്. ഒരിക്കൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കല്ല് പൊട്ടിക്കുന്ന സ്ഥലത്താണ്. അവിടെ തമരടിച്ച് ഇത് പൊട്ടിയില്ല. പൊട്ടിയിട്ട് ആ കമ്പി തിരിച്ചെടുക്കുകയാണ് അവർ. ഇങ്ങനെ മരുന്ന് വെച്ചിട്ട് പൊട്ടിക്കുകയാണ്. തിരിച്ചെടുക്കുമ്പോൾ ഇവർ നോക്കിയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. അപ്പോൾ ഈ പയ്യൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കമ്പിയെ പിടിക്കാനായിട്ട് സഹായിച്ച് അവർ ഊരിയെടുത്തു. പക്ഷെ ഊരിയെടുപ്പോൾ ഒന്നും സംഭവിച്ചു. ആ തോട്ട പൊട്ടി അവൻ്റെ വലത് കൈ നഷ്ടപ്പെട്ടു. അവനെല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത ചെയ്യാൻ പോയിട്ടല്ലേ. അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അവർ വിഷമിക്കുന്ന കണ്ടുകൊണ്ട് പോയി ഒന്ന് സഹായിക്കാൻ പോയതാ. എനിക്കിന്നും വലിയ കഞ്ചാവും അടിച്ച് കള്ളും കുടിച്ചൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണത്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുകയും, കുറച്ച് ദൂരത്താണെങ്കിൽ തന്നെയും വൈകുന്നേരങ്ങളിൽ വന്ന് 7 മണിക്ക് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ആ മദ്യത്തിൽ നിന്നും അതിൽ നിന്നും മോചനം നേടാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് അവന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്ത് ആ വ്യക്തി പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, നമുക്കിന്നുള്ള ഒരു ഏറ്റവും വലിയ വിഷമം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പോകുന്നത്. നമ്മുടെ കടബാധ്യത തീരണം, നമ്മുടെ പ്രശ്നങ്ങൾ തീരണം, നമ്മുടെ മക്കൾക്ക് ഫോണിലൊരു വിസ കിട്ടണം, അല്ലെങ്കിൽ ജോലി സ്ഥിരപ്പെടണം, ജോലി നഷ്ടപ്പെട്ടത് നേരെയാക്കണം. ഇതൊക്കെ സംഭവിക്കും, കർത്താവ് അനുവദിക്കും. പക്ഷേ ഇവിടെ നിൽക്കരുത്, നമ്മളിവിടെ നിന്നു പോകുന്നു. ഒരു ജോലി കിട്ടിയാൽ, കടബാധ്യത തീർന്നാൽ നിന്നു പോകുന്നു. ഇല്ല, നമ്മുടെ ഓട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ ഓടുന്ന ഓട്ടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കത് തുടക്കം മാത്രമാണ്. വിശുദ്ധ തോമാസ് ലീഹ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ഇന്ന് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കേണ്ട ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരുസഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ 3 മാർപ്പാപ്പന്മാർ, വിശുദ്ധ ജോൺ പോൾ
രണ്ടാം മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയും കേരള സഭയുടെ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ളവരും അത് തിരിച്ചറിഞ്ഞവരുമാണ്. ദൈവത്തിൻ്റെ വലിയ അനന്ത പരിപാലനയിൽ വന്നിട്ടുള്ളതാണിത്. ഇന്ന് ലോക സുവിശേഷവത്കരണം നടക്കേണ്ടത് ഭാരതസഭയിലൂടെ, ഏറ്റവും പ്രത്യേകമായി നമുക്കറിയാം കേരള സഭയിലൂടെയാണ് ഇത് നടക്കേണ്ടത്. എനിക്ക് എത്ര അഭിമാനം തോന്നി. എനിക്ക് തോന്നുന്നു സൺഡേ ശാലോമിൽ തന്നെ വന്ന ഒരു പിക്ചർ ഞാനിന്ന് ഓർക്കുമ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ രോമാഞ്ചമുണ്ട്, വളരെ കുളിര് കോരിയിട്ടു. അതിനകത്ത് ഡൽഹിയിൽ ഒരുപാട് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടു കൂടി ഏതാനും ക്രിസ്ത്യാനികൾ, അതിനകത്ത് കൊച്ചുകുട്ടികളുണ്ടായിരുന്നു, അവർ പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ട്, ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ക്രിസ്ത്യൻ. ഒരു ഭാരത കത്തോലിക്കൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു വാക്യമാണത്. എൻ്റെ കർത്താവേ, ഞാനൊരു ഭാരതീയ ക്രിസ്ത്യാനായതിൽ, ഒരു കേരളീയ ക്രിസ്ത്യാനി ആയതിൽ അഭിമാനവും സന്തോഷവും കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനിക്കണം, സന്തോഷിക്കണം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നതിൽ നമ്മുടെ കടബാധ്യതകളോ മറ്റ് ദുഃഖങ്ങളോ വിഷമങ്ങളോ അതൊക്കെ അങ്ങ് മാറ്റിവെക്കാം. നമുക്ക് അഭിമാനം കൊള്ളാം, നമുക്ക് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നതിൽ. അത്രമാത്രം അഭിമാനത്തിനും സന്തോഷത്തിനുമുള്ള വകയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദൗത്യം നമുക്ക് നിർവഹിച്ചേ പറ്റൂ. കർത്താവ് പറഞ്ഞു, നമുക്ക് കല്ലും മണ്ണുകൊണ്ടുള്ള പള്ളികളല്ല ഇന്ന് പണിയേണ്ടത്. ശരി തന്നെയാണ്, എന്നാൽ നമുക്കത് ആവശ്യമാണ്. ദൈവരാജ്യത്തിന് നമുക്കത് ആവശ്യമാണ്. നമ്മൾ പണിയേണ്ട പള്ളി നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയമാണ്. അതാണ്, ആ ദേവാലയത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ ജെറുസലേം ദേവാലയം തകർക്ക്, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കാം. യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ഈ ആലയം തന്നെയാണ് നമ്മുടെ ആലയം, മനുഷ്യ ശരീരം. ഇത് നമുക്കൊരിക്കലും വൃത്തികേടാക്കാൻ പറ്റില്ല. ഇത് കർത്താവിൻ്റെ ശരീരമാണ്. നമ്മുടെ ശവസംസ്കാരം മാത്രമാണെന്ന് നമുക്ക് ഇത്രയും ശ്രേഷ്ഠമായിട്ട് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന നമ്മുടെ ശവസംസ്കാരത്തിന് നമ്മുടെ ബോഡി മാന്യമായിട്ട് മുത്തുകയും ചുംബിക്കുകയും അതുപോലെ മറ്റു ചെയ്യുന്നുണ്ടാവും. എങ്കിലും അത് വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് നമ്മൾ സംസ്കരിക്കുന്നത്. കാരണം ഇത് യേശുവിൻ്റെ ശരീരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആലയമാണിത്. കർത്താവിൻ്റെ വിശുദ്ധ കുർബാന ജീവിക്കുന്ന സക്രാരിയാണ് നമ്മുടെ മനുഷ്യ ശരീരം. അതുകൊണ്ട് നമുക്കിതിനെ വൃത്തികേടാക്കാൻ പറ്റില്ല. മോശമായ ചിന്തകൾ കൊണ്ട്, ദുഷിച്ച പ്രവൃത്തികൾ കൊണ്ട് ഈ ശരീരത്തെ മലിനമാക്കുവാൻ നമുക്ക് അവകാശമില്ല. കാരണം ഇത് യേശുവിൻ്റെ ശരീരമാണ്. പരിശുദ്ധ അമ്മ ആ കർത്താവിൻ്റെ സ്വർഗം തുറക്കപ്പെട്ട നിമിഷത്തിൽ ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ചുവട്ടിൽ അതിനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ലോകത്തിൽ, തിന്മ നിറഞ്ഞ ലോകത്തിൽ ഇറങ്ങേണ്ട പേടകമാണ് തിരുസഭ. ആ തിരുസഭ നമ്മൾ ഓരോരുത്തരുമാണ്. തിന്മ നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയായി രൂപപ്പെടേണ്ടത്, അവിടുത്തെ സ്വാതന്ത്ര്യവും കൃപയുമായി മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ലോകം മുഴുവനും ഇറങ്ങണം. ആ കർത്താവിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ മുഴുവൻ ജനതയെ നമുക്ക് കൊണ്ടുവരാം.